ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ താലി മീൽസ് ഉണ്ടാക്കിയല്ലോ എന്നായിരിക്കും. പണ്ട് നമ്മളൊരു സൗത്ത് ഇന്ത്യൻ താലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു താലി മീൽസാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു വലിയ തട്ടത്തിൽ ചെറിയ ചെറിയ കട്ടോരീസിൽ കറികളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നോർത്ത് ഇന്ത്യൻ താലി. പക്ഷേ ഭയങ്കര ഇലാബറേറ്റ് താലി ഉണ്ട്. ഒരുപാട് കറികളും ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉള്ള താലീസും വാങ്ങാൻ കിട്ടും. നമ്മളൊരു മോഡറേറ്റ് ആയിട്ട് സിമ്പിൾ ഒരു നോർത്ത് ഇന്ത്യൻ താലി. ഇതിനകത്ത് ഒരു ദാൽ ഉണ്ടാവും, പിന്നെന്താ പറയുക, ഒരു ജീര റൈസ് ഉണ്ടാവും, സബ്ജി ഉണ്ടാവും, മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി, പിന്നെന്താ ദാൽ തടുക്ക, മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി, പിന്നെ ഒരു പനീർ കറി ഉണ്ടാവും, പിന്നെന്താ പറയുക, പിന്നെ ഒരു ബൂന്തി റൈത്ത ഉണ്ടാവും, ജീര റൈസ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓക്കെ, ചപ്പാത്തിയോ റോട്ടിയോ അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു സ്വീറ്റ്, ഇത്രയും. ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് വർക്കിലേക്ക് പോകാം. ഇതിപ്പോൾ അതേ കുക്കറിനകത്തേക്ക് ഞാൻ 1 കപ്പ് സാമ്പാർ പരിപ്പ്, നമ്മുടെ തോരൻ പരിപ്പ് എന്ന് പറയില്ലേ, അത് ആണ് വേവിക്കാനായിട്ട് പോകുന്നത്. ഇത് സാമ്പാർ പരിപ്പ് വേണ്ടാന്നുള്ളവർക്ക്, അതായത് തോരൻ പരിപ്പ് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചെറുപരിപ്പിലും ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ 1 കപ്പ് എടുത്ത് വെള്ളം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി കഴിയും. നോക്കിക്കോളൂ. 1 കപ്പ് തോരൻ പരിപ്പുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ കുറച്ച് വെള്ളം. ഇതിപ്പോൾ 3 കപ്പ് വെള്ളമുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം എണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ. ഇത് എന്നിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. 1 വിസിൽ ഫുൾ തീയിലും, സെക്കൻഡ് വിസിൽ മീഡിയം ലോ ഫ്ലെയിമിലും മതി. നന്നായിട്ട് വേകട്ടെ. കുക്കർ അടച്ചിട്ട് വേവിക്കാം. ഇത് ഈ രീതിയിലും ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചേർത്ത് വഴറ്റി എല്ലാം എടുത്തിട്ട് അതിനകത്തേക്ക് പരിപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ചേർത്ത് വേവിക്കുന്നൊരു മെത്തേഡും ഉണ്ട്. ഞാനിപ്പോൾ റിവേഴ്സിലാണ് ചെയ്യുന്നത്. പരിപ്പ് എന്തായാലും വേവിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ തടുക്ക കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനിയിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, അത് ഞാൻ തീ കുറയ്ക്കും. എന്നിട്ട് ആ ചെറിയ തീയിലിട്ട് 1.5 വിസിൽ, കുഴപ്പമില്ല. 2ാമത്തെ വിസിൽ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ആ ചൂട് മാറിയിട്ട് തുറന്നാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെന്ത് കറക്റ്റായിട്ടിരിക്കും. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം? ഈ സമയം ഞാനിപ്പോൾ പരിപ്പിലേക്ക് മാറ്റട്ടെ. ഈ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജിക്കുള്ള പരിപാടിയിൽ ചെയ്യാം. നമ്മുടെ ദാലിനെ ഇങ്ങോട്ട് മാറ്റുന്നു. പാത്രം ചെറുതായി ചൂടായി തുടങ്ങി. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലെല്ലാം നല്ല ജീരകം ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. 3 കരികൾ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ഒരു വലിയ പച്ചമുളക്. ഓരോന്നായിട്ട്. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. ജീരകം പൊട്ടി അതിൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടാണ് ഇതിടുന്നത്. അത് രണ്ടും ആദ്യം ചെറുതായി ഒന്ന് വാടി കളർ മാറാൻ തുടങ്ങുമ്പോൾ സവാള അരിഞ്ഞത് 2 മീഡിയം സവാള അരിഞ്ഞു വെച്ച്. സവാള സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ ഫൈൻലി ചോപ്റ്റാണ് അത്യാവശ്യം. അതും കൂടി ചേർക്കും. ദേ കളർ മാറാൻ തുടങ്ങുന്നു. ഇനി പച്ചമുളകും കൂടി ചേർക്കാം. 1 2 പച്ചമുളകാകാം. ഇത് വലുതായിരുന്നു, അന്ന് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. സോ ദാറ്റ് എല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് വരും. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാപ്സിക്കം 1 പിന്നെന്താ കോളിഫ്ലവർ 1 ചെറുതിൻ്റെ പകുതി, 1 ക്യാരറ്റ്, ഒരു 3-4 ബീൻസ്. പിന്നെ ഇത് നോക്കിക്കോളൂ, 1 വലിയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ 2 ചെറുത്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്. ഇനി ടൊമാറ്റോയും 2 ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ ടൊമാറ്റോ. നല്ല ചുമന്ന ടൊമാറ്റോ ആയിരുന്നു. അത് 2 ഒരു തീരെ ചെറുതല്ല, മീഡിയം. നമ്മുടെ ദാലിൻ്റെ ഫസ്റ്റ് വിസിൽ കേട്ടു, ഞാൻ തീ കുറയ്ക്കുന്നു. ഇനി സെക്കൻഡ് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. വെരി ഹെൽത്തി അല്ലേ? നോക്കിയാൽ എല്ലാം നല്ല വെജിറ്റബിൾസൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്നൊരു സബ്ജി. വാവ്. ഇനി ഉള്ളിയിലൊരല്പം ഉപ്പിട്ടു, എങ്കിലും ഈ വെജിറ്റബിൾസിനും കൂടി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. നല്ലൊരു വഴറ്റലാണ്. 2-3
1 മിനിറ്റോളം ഇങ്ങനെ 1 to 2 minutes. വഴറ്റിയിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് പാത്രം ഒന്ന് അടച്ച് തീയൊരൽപ്പം കുറച്ച് കൊടുക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ അടക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാണ്. എന്നാലും 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതിനൊരു ഈർപ്പം കാണുന്നുണ്ടല്ലോ, അത് ആ വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്ന് ഈർപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. നല്ല മണം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിലൊരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു. ഇനി വീണ്ടും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, പാത്രം ഒന്ന് അടച്ചിടാം. ആവിയിൽ വേകട്ടെ. ബാക്കി വേകലും അങ്ങനെ തന്നെയാണ്. വീണ്ടും തീ അല്പം ഒന്ന് കുറച്ചിട്ട് വേവിക്കാം അടച്ചിട്ട്. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടൊരു 5 to 6 minutes 7 minutes ഒക്കെ ഏകദേശമായി എന്ന് പറയുമ്പോൾ ഇനി ഒന്നുകൂടി തുറന്നിട്ട് ഈ ടൊമാറ്റോ 2 എണ്ണം കൂടി ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കുക്ക്ഡാണല്ല. ഇനി ആ ടൊമാറ്റോയുടെ കൂടെ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. യെസ്, 2 ടൊമാറ്റോയും കൂടി ഒന്ന് വെന്ത് വാടി ഇതിൻ്റെ കൂടെ മിക്സായി വരും. ദിസ് ദ ലാസ്റ്റ് ലാപ്പ്. വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. തുറക്കട്ടെ. ടൊമാറ്റോയും വാടിക്കഴിഞ്ഞു. നോക്കിയേ, കാണുമ്പോൾ അറിയാമല്ലോ ഒരു കുഴഞ്ഞ പാകത്തിന് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. ഒരല്പം ഉപ്പും കൂടി വേണം. എല്ലാ വെജിറ്റബിൾസും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യും. ഫ്രഷ് മല്ലിയില. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. ലോ ആൻഡ് മീഡിയം. സോ മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി ഇസ് റെഡി. ആഹാ, അടിപൊളി. കാണുമ്പോൾ അറിയാമല്ലോ അടിപൊളിയാണ്. നല്ല മണം. ആവശ്യത്തിനുള്ള എരിവുണ്ട്, ഉപ്പുണ്ട്, ആ ടൊമാറ്റോയുടെ ഒരു പുളിയുമുണ്ട്, പിന്നെ മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും ജീരകം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാറ്റാൻ പോണു. ഒരു ബൗളിലേക്ക് മാറ്റുന്നു. ഇത് ചപ്പാത്തിക്കൊക്കെ സൂപ്പർബായിട്ടുള്ളൊരു സബ്ജിയാണ്. ഇതിൽ വേണമെങ്കിൽ കസൂരി മേത്തി പൗഡറൊക്കെ ചേർക്കാം. പക്ഷേ ഞാനിത് ഓൾറെഡി നമ്മളൊരു പനീർ ഉണ്ടാക്കും, അപ്പോൾ അതിനകത്ത് എന്തായാലും കസൂരി മേത്തിയുടെ ഫ്ലേവറിലാണ് ചെയ്യണത്. അതുകൊണ്ട് ഇതിൽ എല്ലാത്തിലും വേണ്ടല്ലോ വിചാരിച്ചു. ഇത് സിംഗിൾ കറിയായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സിംഗിളായിട്ടൊരു സബ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ, ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടി ചേർക്കാം. സോ ദിസ് ഇസ് റെഡി. നമ്മുടെ പരിപ്പ് റെഡിയാണ്. ദാൽ തടുക്കയ്ക്കുള്ള പരിപ്പ് നോക്കേ പാകത്തിന് വെന്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. 3 കപ്പ് വെള്ളവും 1 കപ്പ് ദാലും പാകത്തിന് സെറ്റ്. അടുത്ത നമ്മുടെ ദാൽ തടുക്ക. അതിനൊരു 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ. ഫുള്ള് നെയ്യിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, പക്ഷേ ഇത് മതി. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ നല്ല ജീരകം. ഇനി പൊട്ടി തുടങ്ങിയല്ലോ, ഇത് അല്പം ഒന്ന് കുറയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ആഹാ, കായപ്പൊടിയുടെ മണം. 1 ടേബിൾ സ്പൂൺ നിറച്ച ഇഞ്ചി അരിഞ്ഞതും ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ് വെളുത്തുള്ളി. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കായപ്പൊടിയൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് പരിപ്പല്ലേ, ചിലർക്ക് ഈ ദാലൊക്കെ വയറിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ കായപ്പൊടിയെല്ലാം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വയറിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊന്ന് മൂക്കട്ടെ ചെറുതായിട്ട്. എന്നിട്ട് സവാള ചേർക്കാം. കളറെല്ലാം മാറി തുടങ്ങി. ഇത് 2 ഇടത്തരം ചെറിയ സവാള, 1 പച്ചമുളക് വലുതായിരുന്നു അത് അരിഞ്ഞതും,
ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ പച്ചമുളകൊക്കെ വാടി നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ചും തീ ഒന്ന് കുറയ്ക്കട്ടെ. മുളക് പൊടി 1 ടീസ്പൂൺ, അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി ഇഷ്ടാനുസരണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. അപ്പോൾ ജീരകം നമ്മൾ താളിക്കാനും ഉപയോഗിച്ചു, ഇപ്പോൾ ജീരക പൊടിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ചേർക്കണം. യെസ്, മൂത്ത മണം വന്നു കഴിഞ്ഞാൽ ഉടൻ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ തടുക്ക പാർട്ടിസ്. കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ആകെ ഒരു 3 കപ്പ് വെള്ളത്തിലാണിത് വേവിച്ചത്. അപ്പോൾ ഇനി 1 കപ്പ് ചൂടുവെള്ളം കൂടി ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി അതിൽ പറ്റിയിരിക്കുന്ന പരിപ്പിൻ്റെ മിശ്രിതം മിക്സ് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ 4 കപ്പ് വെള്ളം എന്ന് പറയാം. യെസ്, ഇതിൽ മഞ്ഞൾപ്പൊടി പരിപ്പിൽ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തടുക്ക ചെയ്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ആവശ്യത്തിന് 1/2 ടീസ്പൂൺ നിറച്ച് ഞാൻ ചേർത്തിരുന്നത്. നോക്കി നല്ല കളറുണ്ട്. ഇനി തീ കൂട്ടി കൊടുക്കാം. ഇനി എല്ലാം കൂടി കിടന്നിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടൊമാറ്റോ അരിഞ്ഞതാണ്. എനിക്കിങ്ങനെ ടൊമാറ്റോ കിടക്കുന്ന കാണുന്ന ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചേർത്തത്. അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റി മസാലയൊക്കെ പൊടികളൊക്കെ ചേർത്തില്ലേ, അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി ഒരു കുഴമ്പ് പാകത്തിലാവുമ്പോൾ മതി ദാല് ചേർക്കുന്നത്, വേവിച്ച്. അങ്ങനെയും ചെയ്യാം. കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ മാറ്റി വെച്ചിട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ഉപ്പും കൂടി വേണം ചേർക്കാം. ഡിഫറെൻ്റ് അല്ലേ? ഇങ്ങനെയാണ് ഈ ഒരു ദാൽ തടുക്ക. ഉപ്പ് കറക്റ്റ്. ഞാൻ ആ ടൊമാറ്റോയുടെ പുളിയും കൂടി ഇറങ്ങട്ടെ. അങ്ങനെ നമ്മളുടെ ദാൽ തടുക്ക ഈസ് റെഡി. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. വാവ്, ഇപ്പോൾ ടേസ്റ്റ് ഡബിളാകും. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഫിനിഷിങ്. യെസ്, ഇനി തീ ഓഫ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ചിലർക്ക് ഇങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന പോലെ, ഇതിപ്പോൾ അത്യാവശ്യം കോരി കുടിക്കാം, എങ്കിലും ഇച്ചിരി കൂടെ ലൂസാക്കിയാൽ ഇരിക്കും തോറും കുറച്ചുകൂടിയൊക്കെ ഒന്ന് ടൈറ്റ് ആകും. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് യോജിപ്പിക്കും. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. യെസ്, അപ്പോൾ ഉപ്പ് അതനുസരിച്ചിട്ട് കുറയുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റാണ്. നമ്മുടെ ദാൽ തടുക്ക ഈസ് റെഡി. പകർന്ന് മാറ്റാം. ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നല്ല മണം. വാവ്, നെയ്യൊക്കെ അവസാനം ഇട്ടപ്പോഴേ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും ഇതിൽ. ഇത് ഇത്രയും ഇപ്പം നല്ല ലൂസാണ്. ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുക്കും, അപ്പോൾ കറക്റ്റായിരിക്കും. ചിലർക്ക് ഇങ്ങനെ കുടിക്കാനൊക്കെ ഇഷ്ടമാണ് ദാൽ. അങ്ങനെ നമ്മുടെ ദാൽ തടുക്ക ഈസ് റെഡി. മല്ലിയിലൊക്കെ അതിനകത്തേക്ക് ചേർന്ന് കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. അടുപ്പിൽ പാത്രം വെച്ചു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് എണ്ണയും കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. ജീരകം ഒരു 2 ടീസ്പൂൺ നിറച്ച് ചേർക്കാം. എന്നിട്ട് തീ അല്പം കുറയ്ക്കാം. പട്ട ഒരു 2 കഷ്ണം, ഏലക്ക ഒരു 4-5 എണ്ണം, ബേ ലീഫ് ഒരെണ്ണം. അപ്പോൾ നല്ല ജീരകമൊക്കെ മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി. 2 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും ഇതിലേക്ക് ഇറങ്ങണം. ഒന്ന് കുതിർത്തിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി, നല്ല രീതിയിലുള്ള ബസ്മതി റൈസ്. ഇതിപ്പോൾ ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കും. അല്ലെങ്കിൽ ജീരകശാല അരിയിലാണെങ്കിൽ അങ്ങനെയാണ്. തീ വീണ്ടും ഞാൻ കൂട്ടി കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു 5 മിനിറ്റായിട്ട് ഞാനിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം പാകത്തിന് മൂത്ത് വയ്ക്കും. ഇത്ര മതി. ഇനി ഇതിലേക്ക്, ഇതിപ്പോൾ 2 കപ്പ് റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇനിയും ചേർക്കാം. ഈ പാത്രം നല്ലൊരു തിള വരട്ടെ. എന്നിട്ട് പാത്രം അടച്ചിട്ടിട്ട് തീ കുറച്ച് കൊടുക്കാം. പിന്നെ അതിൽ കിടന്ന് വെന്ത് വറ്റി വരും. നല്ല തിള വന്നു. ഇനി അടച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിൽ അടക്കട്ടെ. അപ്പോൾ ജീര പുലാവിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കട്ടെ. വാവ്, തീ ഓഫ് ചെയ്യാം. നോക്കിക്കോളൂ, വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഡൺ. നല്ല മണം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ മതി. ഇറ്റ്സ് വെരി വെരി യമ്മി. പാകത്തിന് വെന്തിട്ടുണ്ട്. ഓൾ സെറ്റ്. ഉപ്പൊക്കെ കറക്റ്റാണ്. നെയ്യുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയമാകുമ്പോൾ എടുക്കാം. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ താലിക്ക് വേണ്ട കാര്യങ്ങൾ 1 by 1 ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റൈസ് റെഡി, 2 കറീസ് റെഡി. ഇനി നമുക്ക് പനീറിൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ സാധാരണയായിട്ട് ബട്ടർ പനീർ മസാല അല്ലെങ്കിൽ പനീർ മസാല അങ്ങനെയൊക്കെ, നമ്മളൊരു പനീർ ടൊമാറ്റോ കറി ഉണ്ടാക്കാം. പനീർ ടൊമാറ്റോ കറി ഒരു 400 ഗ്രാം പനീറുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ പനീറിൻ്റെ ബട്ടർ മസാലയൊക്കെ ആണെങ്കിൽ കാഷ്യൂ പേസ്റ്റൊക്കെ വേണ്ടി വരുമല്ലോ. ഇത് കാഷ്യൂ പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൂടി കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഇത് ടൊമാറ്റോ, പനീർ ടൊമാറ്റോ ഒരു കറി, പനീർ ടൊമാറ്റോ. ഓക്കെ, അപ്പോൾ പാത്രം ചൂടായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആദ്യം സവാള, 2 സവാള ചെറുതായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. ഇതിലേക്ക് 2 സവാള, ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 2 പേസ്റ്റും ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. 1 മിനിറ്റ് കഷ്ടിച്ചൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇത് മൂക്കും. നല്ല ചൂടായി കിടക്കുകയല്ലേ. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ അരച്ചതും, അത് അരച്ച മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ടൊമാറ്റോയുടെ ആ അരച്ച ഭാഗം കൂടി കംപ്ലീറ്റ് ആയിട്ട് കലക്കിയെടുത്താണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി, ടൊമാറ്റോയുടെ വെള്ളം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എണ്ണ തെളിയും. ഇത് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നു. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഇത് എൻ്റെ ഒരു ഇംപ്രൊവൈസേഷനാണ്. സാധാരണയായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പനീർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ സോസൊന്നും അല്ല ചേർക്കുന്നത്. പിന്നെ കാഷ്യൂ പേസ്റ്റൊക്കെയാണ് ഒരു തിക്നെസ്സിനൊക്കെ ചേർക്കുന്നത്. ഇതൊരു ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വെള്ളവും എല്ലാം കൂടി ചേർന്ന് ഈ ഒരു ഗ്രേവി ഒന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെന്താ ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ചേർക്കാം. 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഗ്രേവി നല്ല തിളച്ച് വന്നാൽ ആണ് ഇനി ബാക്കി കാര്യങ്ങൾ. നല്ലതായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണങ്ങൾ, നല്ല അത്യാവശ്യം സൈസുള്ള എന്താ പറയുക സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. 400 ഗ്രാം പനീറുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പനീർ കഷ്ണങ്ങൾ ഈ ഒരു ഗ്രേവിയിൽ കടന്നുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർക്കും. വലിയ ഒരു പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞതും കൂടി ചേർക്കുന്നു. ഇനി ഒരു 10 മിനിറ്റ് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ആ ചെറിയ തീയിൽ കടന്നിട്ട്
ഈ ഗ്രേവി ഒന്നുകൂടി ഒന്ന് കുറുകുന്ന വരെ, ഒരുപാട് ടൈറ്റ് അല്ല, ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ ഒന്ന് തിളപ്പിക്കും. അണ്ടിപ്പരിപ്പൊന്നും അരച്ച് ചേർക്കുന്നില്ലല്ലോ, അല്ലാണ്ട് തന്നെ ഗ്രേവി തിക്കാക്കി എടുക്കാൻ. നോക്കിയാൽ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നിറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നിളക്കി കൊടുക്കുക, തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പനീർ ടൊമാറ്റോ കറി റെഡിയായി കഴിഞ്ഞു. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് ടേസ്റ്റിയാണെന്ന്. അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കൊരു റെയ്ത്ത വേണം. ഇതൊരു ബൂന്തി റെയ്ത്തയാണ്. അപ്പോൾ ബൂന്തി പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് സേവറി ആയിട്ടുള്ളതും കിട്ടും, കാരാ ബൂന്തിയും കിട്ടും, സ്വീറ്റ് ബൂന്തിയും കിട്ടും. ഒരു 1-1.5 കപ്പ് തൈര് എടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ബെറ്റർ. ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെ. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞിടണം. കാരാബൂന്തിയാണ് വേണ്ടത്. അതൊരു 1/2 കപ്പ് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇടും. നൈസ്, അടിപൊളി. ഇനി ഒരു മധുരം വേണ്ടേ, അപ്പോൾ നമുക്കൊരു ഖീർ ഉണ്ടാക്കാം. ഖീർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ബർമിസിലി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു പാകിസ്ഥാനി ബർമിസിലി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ബർമിസിലിയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ കിട്ടും. റോസ്റ്റഡ് തിൻ ബർമിസിലീസാണ്, വളരെ തിന്നാണ്. അപ്പോൾ അതിൽ നിന്നും 1/3 ഞാൻ എടുത്തത്. 120 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ 1/3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പിലേക്ക് ഇട്ടു. ഇതേ നോക്കിക്കോളൂ, തിളച്ചു തുടങ്ങിയ വെള്ളം. ഇത്രയും ചെറിയ ബർമിസിലിയാണ്. അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ വേകുന്ന സംഭവമാണ്. ഇനി ഇതിൻ്റെ കൂടെ പാല് കാച്ചിയത് 1/2 ലിറ്റർ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. എനിക്ക് പാട തീരെ ഇഷ്ടമല്ല, അത് കാരണം ഞാൻ പ്രത്യേകം കാച്ചിയിട്ട് അരിച്ചൊഴിക്കും. പാടാന്ന് പറഞ്ഞാൽ ക്രീമാണ്, അത് നല്ലതാണ്, പക്ഷേ എനിക്ക് പാടാ. ഇത് പെട്ടെന്ന് തന്നെ ഒരു തള വരുമ്പോൾ തന്നെ വെന്ത് കിട്ടും. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതേ കുറച്ച് അണ്ടിപ്പരിപ്പ്, ആൽമണ്ട്സ്, പിസ്താഷ്യോ, ഇത് 3 കാര്യങ്ങളും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് വേകട്ടെ. ദിസ് ഈസ് എ ഖീർ. ഇത് കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അത് എനിക്കെന്താ പാട വരാൻ പാടില്ലല്ലോ, അത് കാരണമാണ്. ഓൾറെഡി വെന്ത് കഴിഞ്ഞു, അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ വേഗം പാകത്തിന് വെന്ത് കഴിഞ്ഞു എല്ലാം. ഇനി കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഈ കണ്ടൻസ് മിൽക്ക് ഇച്ചിരി ഒന്ന് ഞാൻ കാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചതാണ്, അതാണ് ആ ഒരു ഡാർക്ക് കളർ. ഓക്കെ, ഇത് മതിയാകും മധുരം അനുസരിച്ചിട്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത്, അത്ര മതി. തീ ഓഫ് ചെയ്യുന്നു. വാവ്, എന്താ മണം. ഇപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും പാകത്തിന് മിക്സ് ചെയ്ത് ആവശ്യാനുസരണം ചേർത്താൽ മതി. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. യെസ്, ഖീർ ഇസ് റെഡി. ഇനി നമുക്ക് ഫ്ലേക്കി ചപ്പാത്തീസും കൂടി ഉണ്ടാക്കിയാലോ. ആട്ടമാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നു, അപ്പോൾ അത് ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഒരു പരത്തി, സാധാരണ ഇങ്ങനെ വേണമെങ്കിലും ചൂടാണ് കേട്ടോ, സാധാരണ ചപ്പാത്തി പോലെ. ഞാനത് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓയിൽ തടവിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മളൊരെണ്ണം ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അത് മൈദ മാവിലായിരുന്നു, ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് മാവിലാണ്. ഓക്കെ, പരത്തിയെടുക്കാം. അതുപോലെ 1-2 സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ, എന്നിട്ട് പരത്തി ചുടാം. സിമ്പിൾ ചപ്പാത്തി ആയിട്ടാണെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയണം, ഇതിൽ തന്നെയില്ല. ഒരല്പം കൂടി ഒന്ന് മെനക്കെട്ടാൽ അടുത്ത സ്റ്റേജിലേക്ക് കയറാം. കുറച്ച് ഓയിൽ തടവുന്നു, ഇച്ചിരി ഗോതമ്പ് പൊടി ഇട്ടിട്ട്
ഇങ്ങനെ വിഷറി മാതിരി എളുപ്പമാണ് കേട്ടോ, ഒരുപാടുമില്ല. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തീസ് കിട്ടും. വലിച്ച് നീട്ടുക, എന്നിട്ട് ചുറ്റുക. ഓക്കെ, അപ്പോൾ കുറച്ച് ലെയേഴ്സ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റെഡി. ചുട്ടു തുടങ്ങാം. വാവ്, ഇതൊരു പൊറോട്ട പോലെ ഫ്ലേക്കി റൊട്ടീസ്. ഫസ്റ്റ് റോട്ടി ഈസ് റെഡി. സെക്കൻഡ് ചപ്പാത്തി. വാവ്, ഇത് കുറേ കൂടി ഭയങ്കരമായിട്ട് പൊള്ളും. ഓക്കെ, ഇച്ചിരി നെയ്യ് തടവാം. ഇത് കുറച്ചുകൂടെ തിന്നറായിട്ടാണ് ഞാൻ പരത്തിയത്, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റായി. നമുക്ക് കുറച്ച് പപ്പടം കാച്ചണം. പപ്പടം എന്ന് പറയുമ്പോൾ ഇത് നാടൻ മസാല പപ്പടം, ബ്ലിച്ചഡ് പപ്പടം എന്നൊക്കെ പറയില്ലേ, കുരുമുളകൊക്കെ ഇട്ട പപ്പടമാണ്. അപ്പോൾ ഇത് 1-2 കാച്ചി. ഓക്കെ, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കാച്ചിയെടുക്കാം. കുടുമോളുടെ ശബ്ദം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. കുളി നടക്കുകയാണ് ഇവിടെ, അതിൻ്റെ ബഹളമാണ്. അപ്പോൾ അതെ നോക്കൂ, അപ്പോൾ താലി ഈസ് റെഡി. വലിയ പ്ലേറ്റും കുറേ കട്ടോരീസും പിന്നെ കറീസ് എല്ലാം ഇവിടെ റെഡിയാണ്. അതേ നോക്കിക്കോളൂ, ഓരോന്നോരോന്നായിട്ട്. നമ്മുടെ ജീര റൈസ്, പിന്നെന്താ ബൂന്തി റൈത്ത, പനീർ കറി, പനീർ ടൊമാറ്റോ കറി, ദാൽ തടുക്ക, ദേ മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി, നല്ല വീറ്റ് പൊറാട്ടാസ്, സവാളയും പച്ചമുളക്, നാരങ്ങ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഖീർ. എല്ലാ കാര്യങ്ങളും റെഡി. ഇനി ഇത് കട്ടോരീസിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ദാൽ തടുക്കത് തുടങ്ങാം. പനീർ ടൊമാറ്റോ, ഇനി മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി. ഓക്കെ, ബൂന്തി റൈത്ത. ഓക്കെ, ഇതിൻ്റെ മേളിലായിട്ടൊരു കാര്യം കൂടി ഇടണം, കാണിച്ചു തരാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇങ്ങനെ ഇടും. ഓക്കെ, അപ്പോഴേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. ഇനി കീറെടുക്കാം. വാവ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നിറച്ച് പിസ്താഷ്യോ, കാഷ്യൂ, ബദാം ഒക്കെ ഉണ്ട്, എടുത്തു. ഓക്കെ, ഇനി മുളക് ചിലർക്ക് ഇങ്ങനെ മുഴുവനെ വയ്ക്കുന്നതാണ് ഇഷ്ടം, കടിച്ച് കഴിക്കാമല്ലോ. പ്ലസ് 2 മുറിച്ച് സവാളയും ഇതിനകത്തേക്ക് ജീര റൈസ്. ഓക്കെ, കട്ടോരി
ഇനി എല്ലാ കട്ടോറീസും എടുത്ത് വയ്ക്കുന്നു. ദാൽ തടുക്ക, പനീർ സബ്ജി മിക്സ്ഡ്, റൈത്ത, നമ്മുടെ റോട്ടീസ്, മസാല പപ്പടം. ഓക്കെ, ഇനി നമ്മുടെ റൈസിൻ്റെ റൈസ് എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സിമ്പിൾ നോർത്ത് ഇന്ത്യൻ താലി ഈസ് റെഡി. ജീര റൈസ് ഉണ്ട്, റോട്ടി ഓർ ചപ്പാത്തി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പൊറാട്ട സ്റ്റൈലിലെ ചപ്പാത്തീസാണ് വീട്ടിൽ. പിന്നെ പപ്പടമുണ്ട്, മസാല പപ്പടം. പിന്നെന്താ, ദാൽ തടുക്ക, പനീർ കറി, മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി, ബൂന്തി റൈത്ത, സവാള, പച്ചമുളക്, ലെമൺ ആൻഡ് സ്വീറ്റായിട്ട് നമ്മുടെ ഖീർ. അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ താലി, സിമ്പിൾ വൺ. ഓക്കെ, വാവ്, നമ്മുടെ പൊറാട്ടാസ് വിറ്റ് ഇതെടുത്തിട്ട് പാലിലിങ്ങനെ കോരിയെടുത്ത് വാവ്. ഇനി അടുത്തത് ഓക്കെ, നമ്മുടെ ചപ്പാത്തീസ് ഇങ്ങനെ ലെയേഴ്സായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അയ്യോ എൻ്റെ പനീർ അടിപൊളി, സൂപ്പർ. സബ്ജീസ് അതിലെല്ലാം ഉണ്ട്, ക്യാപ്സിക്കം ഉൾപ്പെടെ ഉണ്ട്. ഇതിങ്ങനെ ശരിക്കും യെസ്. ആൾക്കാരെന്താ ചെയ്യുക അറിയോ? ഇവിടെ നോക്കിയാൽ ഉള്ളിലിങ്ങനെ നാരങ്ങയുടെ നീരിങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് അവരിങ്ങനെ കടിച്ചൊക്കെ തിന്നും. മുളകൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കും. അങ്ങനെ എനിക്ക് പറ്റില്ല, കടിക്കാൻ പറ്റില്ല, എനിക്ക് അത്ര എരിവ് ഇഷ്ടമല്ല. ഉള്ളി എനിക്കിഷ്ടമാണ്. ഓക്കെ, റോ ഓണിയൻ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ റൈസ്, ജീര റൈസ് ഇതുപോലെ അതിനകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് കഴിക്കാം. പപ്പട്ട് ഇതെല്ലാം കൂടി കഴിച്ചു തരുമ്പോൾ സന്തോഷം. ഞാൻ സമാധാനമായിട്ട് കഴിച്ചോളാം. ഇനി ആ ഖീറും കൂടി ഞാൻ കഴിച്ചിട്ട് ആ ടേസ്റ്റ് പറയാം. ഓക്കെ, ദിസ് ഇസ് അവർ വെർമിസെല്ലി ഖീർ. ഓ, ടു ഗുഡ്. അപ്പോൾ ഈ എക്സലൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഞാനുണ്ടാക്കി ഞാൻ തന്നെ എക്സലൻ്റ് എന്ന് പറയുന്നതിൽ ഒന്നും തോന്നരുത്. ആക്ച്വലി കൊള്ളാം, നല്ല റെസിപ്പീസാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും അതുപോലത്തെ റിസൾട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നോക്കണം. ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ഫുൾ താലി ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ചപ്പാത്തിക്ക് ഇതെല്ലാം ഓരോ കറിയായിട്ട് ഓരോ ദിവസം ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു ഫുൾ നോർത്ത് ഇന്ത്യൻ താലി ഉണ്ടാക്കി നമ്മൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഭയങ്കര രസമല്ലേ, സന്തോഷമാവില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lakshmi Nair Vlogs. Love you all.